അപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡിന് ഒരു അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു നായ്ക്ക് ഒരു 40,000 ഉറുപ്പിയാണ് പറയുന്നത്. അയ്യോ. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 40 നമുക്ക് കുറേ നായ്ക്കളെ വേണം. അതെ അതെ. അപ്പോൾ അത് പ്രൊഡക്ഷൻ വൈസ് ഭയങ്കര കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ എൻ്റെ എ ഡീനെ കൊണ്ട് ആ സ്ഥലം ഒന്ന് അന്വേഷിപ്പിച്ച് അവിടുത്തെ കെനൽസിലുള്ള നായ്ക്കളെ ഒരു ഒരു കളക്ഷൻ എത്ര നായ്ക്കളുണ്ട്, എവിടെ നിന്നെല്ലാം നമുക്ക്. അപ്പോൾ അവിടുത്തെ പ്രൈസ് നോക്കുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് അന്വേഷിച്ചപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പൈസക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള അന്വേഷണത്തെ വിളിച്ചപ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ എന്തോ ഇത് കാരണം കൊണ്ടാണെന്നുള്ള മനസ്സിലായപ്പോഴാണ് ഈ പ്രൈസ് പ്രൈസ് കൂട്ടുമല്ലോ. കൂട്ടിയത്. അപ്പോൾ പിന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് അന്വേഷിച്ച് ഒരു 40ഓളം നായ്ക്കളെ സെലക്ട് ചെയ്തു. എന്നിട്ട് ജിജേഷിനോട് അങ്ങോട്ടേക്ക് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ജിജേഷ് പോയി സെലക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 9ഓളം. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികളെ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ എഡൽട്ട് ഹുഡിൽ കൂടുതൽ അത് അനുസരിക്കില്ല. അതെ അതെ. അപ്പോൾ ജിജേഷ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 to 1.5 വയസ്സിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ എന്നിട്ടും അതിൽ നിന്ന് 40 ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ നായ്ക്കളെ ഒരു 9-10 നായ്ക്കളെയാക്കി മാറ്റി.